സംഗമം നടത്തിയതിൻ്റെ ഏക ലക്ഷ്യം യുവതികളെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കുക വഴി ഞങ്ങൾ യുവതികളെ കയറ്റണം എന്നുള്ള മുൻ നിലപാട് ഞങ്ങൾ വിഴുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ ആര് വന്നു എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. അവസാനം ആൾ തികയാതെ വന്നപ്പോൾ ഉദ്യോഗസ്ഥരെ എല്ലാം കയറ്റിയിരുത്തുന്ന കൂട്ടത്തിൽ കുറേ സ്ത്രീകളും വന്നു വിട്ടു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രശ്നം. ഈ ആൾ വളരെ കുറവായതുകൊണ്ട് അത് നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അതിൽ വന്ന പ്രശ്നം. ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം അത് നമ്മുടെ ദേവസ്വം മന്ത്രി ആ ചടങ്ങിൽ വെച്ച് വായിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ഔദ്യോഗികമായി നൽകിയ സന്ദേശം ആ ചടങ്ങിൽ വായിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ വാദിക്കുകയുമാകാം. പക്ഷെ വായിക്കണമോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു ഔചിത്യത്തിൻ്റെ കാര്യം കൂടിയുണ്ട്. യോഗി ആദിത്യനാഥിൻ്റെ ഒരു ആശംസ അവിടെ വായിക്കുമ്പോൾ കേരളത്തിലെ BJP നടത്തിയ ബഹിഷ്കരണം അത് അർത്ഥമില്ലാതെ പോകുന്നതാണ് എന്നുള്ളൊരു സന്ദേശം നൽകൽ കൂടിയാണോ? അതായത് ദേശീയ തലത്തിൽ ഇവിടെ സർക്കാർ എടുക്കുന്ന ശബരിമലയ്ക്ക് വേണ്ടി എടുക്കുന്ന ചുവടുവെപ്പുകളെ ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാറിൻ്റെയും BJPയുടെയും നേതാക്കൾ അനുകൂലിക്കുന്നുണ്ട് എന്ന് ഉള്ള ഒരു പറഞ്ഞു വെക്കൽ ആണോ അവിടെ ലക്ഷ്യമിടുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഈ വർഗീയത നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അത് ഞങ്ങൾക്കും ചേരും എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അത് പറഞ്ഞതിനെ സമ്മറൈസ് ചെയ്താൽ അതാണോ നടത്തുന്നതെന്നാണ് ചോദ്യം. അതാണ് നടക്കുന്നതെന്നാണ് എൻ്റെ മറുപടി. അതുകൊണ്ടാണ് ഈ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് ബൈബിളിലൊരു വാക്യമുണ്ട്. അതുപോലെ ഈ യോഗി ആദിത്യനാഥ് പ്രശംസിച്ചതിൽ ഈ തോന്നുന്ന ഒരു ഉൾപ്പുളകമുണ്ടല്ലോ, ആ കത്തെടുത്തിങ്ങനെ മന്ത്രി കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നതുണ്ടല്ലോ, അത് ആ അഭിമാനം തോന്നുന്ന അതിൻ്റെ കാരണങ്ങൾ വേറെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ വർഗീയതയുടെ ചാർട്ടിൽ ഹൈറാർക്കിയിൽ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് ഓരോരുത്തരെയും നിങ്ങൾ റാങ്ക് ചെയ്തോളൂ. പ്രധാനമന്ത്രി മോദി എവിടെയാണ്, അമിത്ഷാ എവിടെയാണ്, യോഗി ആദിത്യനാഥ് എവിടെയാണ്? ഇവർ ഗഡ്കരി അങ്കിൾ അങ്ങനെയല്ലെന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ ഇവർ യോഗി ആദിത്യനാഥിനെയും കാണുന്നത്? അതിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വാസവൻ ജിക്കാണ്. അപ്പോൾ ആരാണ് അങ്ങോട്ട് കത്തയച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഇവർ കോടതിയോട് പറഞ്ഞത് ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്നാണ്. കാരണം ഒരു മതപരമായ ചടങ്ങ് സർക്കാരിന് നടത്താമോ എന്നുള്ളൊരു ചോദ്യം കോടതിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചടങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് ചടങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് PRDയിൽ നിന്ന് പണം മുടക്കി. ഇത് സർക്കാർ അതിനു മുമ്പ് തന്നെ മറ്റ് സംസ്ഥാന സർക്കാർ, ഇപ്പം ഞാൻ കേൾക്കുന്ന ഒരു ന്യായീകരണം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കത്തയച്ചു. അതിൽ മറുപടി വന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയില്ല. അതോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായിച്ചതാണോ, ഇനി നിറക്കിട്ടെടുത്ത് വായിച്ചതാണോ, അതൊക്കെ അവർ പറയും. ഇപ്പോൾ പല ന്യായീകരണവും പറയുകയാണല്ലോ. ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു AI സോഷ്യലിസം വളർത്തും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് മനസ്സിലായില്ല, ഇപ്പോഴാണ് പിടികിട്ടിയേ. ഒഴിഞ്ഞ കസേര AI മൂലമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സോഷ്യലിസം സംസ്ഥാനത്ത് സംരക്ഷിക്കപ്പെട്ടല്ലോ. ഇങ്ങനത്തെ കളവുകൾ പറയാൻ ഉതകും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ സംഗമം നടത്തിയതിൻ്റെ ഏക ലക്ഷ്യം യുവതികളെ പുറത്ത് നിർത്തിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കുക വഴി ഞങ്ങൾ യുവതികളെ കയറ്റണം എന്നുള്ള മുൻ നിലപാട് ഞങ്ങൾ വിഴുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ ആര് വന്നു എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. അവസാനം ആൾ തികയാതെ വന്നപ്പോൾ ഉദ്യോഗസ്ഥരെ എല്ലാം കയറ്റിയിരുത്തുന്ന കൂട്ടത്തിൽ കുറേ സ്ത്രീകളും വന്നു വിട്ടു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രശ്നം. ഈ ആൾ വളരെ കുറവായതുകൊണ്ട് അത് നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് അതിൽ വന്ന പ്രശ്നം. ഇത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഇത് വളരെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ഈ ചടങ്ങെന്നുള്ളത്. അവർക്കത് മനസ്സിലായി. ഏത്തമിട്ടത് അവർ കണ്ടു. പക്ഷേ അവരതിന് മെനക്കെട്ട് അവിടം വരെ വരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് സംഗമമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അഡ്വക്കേറ്റ് തമ്പി ഇവിടെ പറഞ്ഞല്ലോ. പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണോ പഠിക്കേണ്ടത്? ഈ പറയുന്ന ഭക്തരെ എല്ലാം വിളിച്ചു വരുത്തി പമ്പയിൽ കയറ്റിയിരുത്തിയാൽ മാത്രമാണോ അവിടുത്തെ ക്യൂ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത്? ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അവിടെ പോകുന്ന ഭക്തർക്ക് മാത്രമാണോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുക? ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടത്താവുന്നതെന്നുള്ളതിനെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറഞ്ഞുകൂടെ?
നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെല്ലാം മറ്റ് മതങ്ങളുടെ പത്തനംതിട്ട ജില്ലക്കാരനാണ് ഞാൻ. മറ്റ് മതങ്ങളുടെ സ്ഥലങ്ങളിൽ ഇന്നത്തെ പോലെ സൗകര്യം ഇല്ലായിരുന്ന സമയത്ത് അവിടെ വിരി വെച്ച് കിടക്കാനായിട്ടുള്ള സന്ദർഭം കൊടുത്തിരുന്നതാണ്. ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നത് ഭക്തർക്ക് മാത്രം സംസാരിക്കാവുന്ന ഒന്നാണ് എന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഭക്തർക്ക് മാത്രം സംസാരിക്കാവുന്നത് വേറെ ചില വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണോ അവിടെ നടത്തിയതെന്നാണ് പറയേണ്ടത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നാം നമ്പർ കാറിൽ കൂട്ടിക്കൊണ്ടുവന്നയാൾ വിചാരിച്ചതാണ്. കാരണം അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചാണ് ചർച്ച എന്നും ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കൂടെ മാധു. അതായത് ഒന്നാം നമ്പർ കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി ഭക്തനാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെയാണ് മത്തായി ചാക്കോയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചത്. മത്തായി ചാക്കോ ഭക്തനാണെന്ന് പറഞ്ഞ ബിഷപ്പ് നികൃഷ്ടജീവി എന്ന് വിളിച്ച മുഖ്യമന്ത്രിക്ക് താൻ ഭക്തനാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? പാർട്ടി സെക്രട്ടറിക്ക് അഭിപ്രായമുണ്ടോ? ഇത് പറയണ്ടേ? ഞാൻ അദ്ദേഹം ഭക്തനാകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഭക്തി ഉണ്ടെങ്കിൽ തുറന്നു പറയുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ അഭിപ്രായം പറയണ്ടേ? എന്താണ് അഭിപ്രായം പറയാത്തത്? അപ്പോൾ ഇവിടെ CPM എടുക്കുന്ന നിലപാടുകളിലും സർക്കാർ എടുക്കുന്ന നിലപാടുകളിലും ഒരുപാട് കാപട്യമുണ്ട്. ഒരു ജനാധിപത്യ സർക്കാരിന് ചേരാത്ത, പോട്ടെ ഇടതുപക്ഷം എല്ലാം വിടുക, ജനാധിപത്യ സർക്കാരിന് ചേരാത്ത കാപട്യം ഈ വിഷയങ്ങളിൽ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരാവകാശമുള്ള ജനങ്ങളാണ് ചോദിക്കുന്നത്. എത്ര പേര് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇവരെന്തിനാണ് കള്ളക്കണക്ക് പറയുന്നത്? പൊതുപണം മുടക്കിയിട്ടല്ലേ? ഇവർക്ക് കൃത്യമായ സംഖ്യ പറഞ്ഞൂടെ? ഇവർക്ക് എന്താ പറയാൻ പറ്റാത്തത്? നിങ്ങൾ സംഖ്യ പറഞ്ഞല്ലോ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ ഇപ്പോൾ? അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. വെറുതെ സമുദായ നേതാക്കളെ അപ്പീസ് ചെയ്യാൻ വേണ്ടി മാത്രം, അവരെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കാൻ വേണ്ടി മാത്രം പൊതുവേദി ഒരുക്കി കൊടുക്കാൻ പൊതുപണം മുടക്കി ഇങ്ങനെ ഒരു മാമാങ്കം നടത്തുകയാണ്. ഇതിൻ്റെ പേര് അഴിമതി എന്നാണ്. ഇവിടെ മറ്റ് പല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനില്ലാത്തപ്പോൾ ഈ ചെലവഴിക്കുന്ന പണത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി ഇവിടുത്തെ പൊതുജനങ്ങളോട് പറയണം. എത്ര പേർ പങ്കെടുത്തു, അപ്പോൾ ഒന്നിന് എത്ര കോടി രൂപ വെച്ചായെന്ന് പറയട്ടെ, അതിൽ എത്ര ലക്ഷം രൂപ വെച്ചായെന്ന് പറയട്ടെ. എന്നിട്ട് എന്ത് നിർദ്ദേശമാണ് വന്നതെന്ന് അറിയണ്ടേ? ഇവിടെ ഒരുപാട് പരിപാടികൾ നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, പൊതുസമൂഹത്തിന് അവകാശമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ശരി.